ഈ കൊച്ചുകുട്ടി സ്കൂളിലേക്ക് പോകുന്ന വഴി പ്രായമായ ഒരാളെ കാണുന്നു. അയാളെ കണ്ടതും അവൾക്ക് തിരിച്ചറിയാനാവാത്തൊരു ഫീൽ ഉണ്ടാവുന്നു. അതിനുശേഷമാണ് അത് അവളുടെ ഹസ്ബൻഡ് ആണെന്ന് മനസ്സിലാവുന്നത്. അദ്ദേഹത്തിന്റെ ഒപ്പം ജീവിച്ച് അവർക്കൊരു മകളുള്ളത് ഓർമ്മ വരുന്നു. പക്ഷെ അയാൾക്ക് അവളെ കണ്ടിട്ടും ഒന്നും ഓർമ്മ വരുന്നില്ല. അതുകൊണ്ട് അവളെ മൈൻഡ് ചെയ്യാതെ പോകുന്നു. നോക്കുമ്പോൾ അയാൾ വീട്ടിലേക്ക് വന്നതും അവളും പുറകെ വന്ന് പെർമിഷൻ പോലും ചോദിക്കാതെ വീടിനകത്ത് കയറുന്നു. അകത്ത് വന്ന് നോക്കുമ്പോൾ വീടിനകത്തുള്ള എല്ലാ സാധനങ്ങളും അതുപോലെ തന്നെയുണ്ട്. ആരെന്ന് പോലും അറിയാത്തൊരു കൊച്ചുകുട്ടി വീടിനകത്ത് വന്ന് അധികാരത്തോടെ സംസാരിക്കുന്നത് കേട്ട് അദ്ദേഹത്തിന് ചിരി വരുന്നു. അതിനുള്ളിൽ അവൾ നേരെ മകളുടെ മുറിയിലേക്ക് വന്ന് അവളെ കണ്ടതും വർഷങ്ങളായി പരിചയമുള്ളതുപോലെ സ്നേഹത്തോടെ സംസാരിക്കുന്നു. അതിനുശേഷമാണ് അവൾ ആരാണെന്നുള്ള കാര്യം തന്നെ പറയുന്നത്. ആക്ച്വലി ഈ പെൺകുട്ടിയുടെ കഴിഞ്ഞ ജന്മത്തിൽ അദ്ദേഹത്തിന്റെ വയസ്സായിരുന്നു. അത് ഈ ജന്മത്തിൽ ഇയാളെ കണ്ടപ്പോൾ ഓർമ്മ വരുന്നു. ആ ഓർമ്മയിൽ ഈ ജന്മത്തിൽ എത്ര വയസ്സാണെന്ന കാര്യം പോലും മറക്കുന്നു. അതറിയാതെ അവളുടെ ഫോട്ടോ കണ്ട് എന്തിനാണ് പൂ വച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. അയാൾ കുക്ക് ചെയ്തിരിക്കുന്നത് കണ്ട് കളിയാക്കുന്നു. ഇങ്ങനെ എല്ലാം കഴിഞ്ഞ ജന്മത്തിലെ ഓർമ്മയിൽ സംസാരിക്കുന്നു. അത് മനസ്സിലാവാതെ ഈ കുട്ടി ഏതാണെന്ന് ഇവർ കൺഫ്യൂസ് ആവുന്നു. അതിനുള്ളിൽ അവൾ സ്കൂളിൽ പോകാൻ ടൈമായെന്ന് പറഞ്ഞു പോകുന്നു. ഈവനിങ് സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നു. പക്ഷെ വീട് പൂട്ടിയിരിക്കുന്നു. അവൾ എപ്പോഴും ചാവി ഒളിച്ചു വെക്കുന്ന ചെടിയുടെ അടിയിൽ നിന്ന് അത് എടുക്കുന്നു. അതിനുശേഷം അകത്തേക്ക് വന്ന് ഫാമിലി ആൽബം എടുത്തു നോക്കി സന്തോഷിക്കുന്നു. ഉടനെ ഹസ്ബൻഡിന് കോൾ ചെയ്ത് രണ്ടുപേരും എപ്പോഴും മീറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് വരാൻ പറയുന്നു. അയാൾ വിശ്വാസം വരാതെ ആ സ്ഥലത്തേക്ക് വരുന്നു. നോക്കുമ്പോൾ വൈഫ് എവിടെയാണോ നിൽക്കുന്നത്, എങ്ങനെയാണോ ഇയാളെ ആംഗ്യത്തിലൂടെ വഴക്കു പറയുന്നത്, അതേ സ്ഥലത്ത് അവൾ ഇയാളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അത് കണ്ട് അയാൾ ഭയങ്കരമായി ഷോക്കാവുന്നു.